കഴിഞ്ഞ തവണ നമ്മൾ കണ്ടത് ഒരു ഷോർട്ട് സ്റ്റോറി ആയിരുന്നു. അതായത് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ 10th ക്ലാസ്സിൻ്റെ ഫസ്റ്റ് പാഠമാണ് ഇംഗ്ലീഷിലെ. അപ്പോൾ ആ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷോർട്ട് സ്റ്റോറിയിൽ നമ്മൾ ഏതുവരെ എത്തിയത്? കറക്റ്റാണ്. നമ്മുടെ കുട്ടി എന്താ വലിയ ആൽമരത്തിൻ്റെ മേലെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സീറ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് വീടിനകത്ത് നിന്ന് കുറേ കുഷനൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിൻ്റെ ചില്ലയിലൊരു പ്ലാറ്റ്ഫോം പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെയാണ് അവൻ നോർമലി ചൂടില്ലാത്ത ഈ ആഫ്റ്റർനൂൺസ് സ്പെൻഡ് ചെയ്യുന്നത്. ചൂടുള്ള ദിവസം അവിടെ പോയിരിക്കാൻ പാടായിരിക്കുമല്ലോ. അപ്പോൾ ചൂടില്ലാത്ത ദിവസം അവിടെ ഇരിക്കും, ആ മരത്തിൻ്റെ മേലെ ഇരുന്നിട്ട് ബുക്കൊക്കെ പല ടൈപ്പ് ബുക്കൊക്കെ വായിക്കും. ഇല്ലാത്ത ദിവസം ചില സമയത്ത് ബോറിംഗ് ആയിരിക്കും. ആ സമയത്ത് അവിടെ വെറുതെ ഇങ്ങനെ ഇരിക്കും. അവിടെ നിന്ന് താഴേക്ക് നോക്കുന്നതാണ് മെയിൻ ആയിട്ടുള്ള അവൻ്റെ ഹോബി. ഇതിൻ്റെ ഇടയ്ക്ക് ഇവനൊരു കൂട്ടിനെ കിട്ടിയ ഇതിൽ പറഞ്ഞിരുന്നു. അതൊരു അണ്ണാനായിരുന്നു, ഒരു സ്മോൾ ഗ്രേ സ്ക്വിറലായിരുന്നു. അപ്പം ആളും നല്ല സ്മാർട്ടായിരുന്നു. ഈ കുട്ടിയുടെ പോക്കറ്റിൽ നിന്ന് ഫുഡിൻ്റെ പീസസ് ഒക്കെ എടുത്ത് കഴിക്കാനും ഈ കുട്ടി കൊടുക്കുന്ന കേക്കും ബിസ്ക്കറ്റ്സും ഒക്കെ കയ്യിൽ മേടിക്കാനും ഒക്കെ ആൾക്ക് നല്ല ധൈര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞത്. പിന്നെ ഒരു ദിവസം ഈ കുട്ടി ഇങ്ങനെ ഒരു ചൂടില്ലാത്ത ആഫ്റ്റർനൂൺ ഈ മരത്തിൻ്റെ മേലെ ഇരിക്കുമായിരുന്നു. ബുക്കൊന്നും വായിക്കാൻ തോന്നിയില്ല, ബോറിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ അവിടെ ഇരുന്ന് താഴേക്ക് നോക്കിയപ്പോഴത്തേക്കും, യൂഷ്വലി താഴേക്ക് നോക്കിയാൽ കാണുന്ന കാഴ്ചകൾ തന്നെ സാധാരണ കാണുന്നതെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ മുത്തശ്ശിയാണെങ്കിൽ ഉണക്കാനിട്ട ഡ്രസ്സ് എടുക്കുകയോ, അല്ലെങ്കിൽ അവിടുത്തെ കുക്ക് പഴക്കച്ചവടക്കാരോട് ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കുന്നതും തർക്കിക്കുന്നതും, അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ഗാർഡനിൽ സമയം സ്പെൻഡ് ചെയ്യുന്നതും ഒക്കെ ആയിരുന്നു കണ്ടിരുന്നത്. പ്രത്യേകിച്ച് അത്രയും മെമ്മറബിൾ ആയിട്ടുള്ള മനസ്സിൽ നിൽക്കുന്ന തരത്തിലുള്ള ഒരു കാഴ്ചയൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഈ ഇൻസിഡൻറ്റ് നടക്കുന്ന പർട്ടിക്കുലർ ആഫ്റ്റർനൂണിൽ ഈ കുട്ടി എന്ന് പറയുന്നത് കാണുന്ന ഒരു ഈവെന്റ് എന്ന് പറയുന്നത്, ആ ഒരു കുട്ടിയുടെ മനസ്സിൽ ഇവിടെ പറയുന്നത് ആ ഒരു സമ്മർ മൊത്തവും ആ കുട്ടിയുടെ മനസ്സിൽ ഈ ഒരു ഇവന്റ് നിലനിൽക്കാനുള്ള എക്സൈറ്റ്മെന്റ് ഉള്ളൊരു ഇവന്റ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് എന്തായിരിക്കാം ആ ഒരു കാര്യം എന്നാണ് നമ്മളിനി പറയാൻ പോകുന്നത്. നോക്കിക്കേ. That was the time I saw mongoose and a cobra fight to death in the garden while I sat directly above them in the banyan tree. എന്താ ഇപ്പം സംഭവിച്ചത്? ആ സമയത്താണ് ഒരു കീരിയും ഒരു പാമ്പും രണ്ടുപേരും കൂടെ, കട്ടയ്ക്കുള്ള എനിമീസ് ആണല്ലേ കീരിയും പാമ്പും. കുട്ടി കാണുന്നത് എന്തുവാ? രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ പോവുക. ഫൈറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്താൽ ഒരാൾ യൂഷ്വലി ചത്തുപോവും. അങ്ങനെയല്ലേ ഇവർ ഫൈറ്റ് ചെയ്യാറ്. നമ്മൾ ഒരു പഴഞ്ചൊല്ലിനല്ലേ ശത്രുക്കളെ പറയാൻ വേണ്ടിയിട്ട് കീരിയും പാമ്പും എന്ന്. അതുപോലെ ഇവർ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യും. ഇപ്പം രണ്ടുപേരിലും ഒരാൾ മരിക്കുന്ന ഫോർ ഷുവർ ആണ്. അപ്പം ആ ഒരു ഫൈറ്റാണ് ഈ കുട്ടി കാണുന്നത്. കുട്ടി ഇരുന്ന ആ ഒരു ചില്ലയുടെ നേരെ താഴെയായിരുന്നു ഇവരിങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. It was an April afternoon and the warm breezes of approaching summer had sent everyone, including grandfather, indoors. അപ്പോൾ ഇതെപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്? ഒരു ഏപ്രിൽ മാസത്തിലെ ആഫ്റ്റർനൂണിലാണ്. ഏപ്രിൽ മാസത്തിൻ്റെ പ്രത്യേകത എന്താ? ഏപ്രിൽ എന്ന് പറയുന്നത് സമ്മർ അത്രയും അതിൻ്റെ പീക്കായിട്ട് നിൽക്കുന്ന ഒരു സമയമല്ലേ, ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂട് കാറ്റൊക്കെ ആയതുകൊണ്ട് ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ഒക്കെ അകത്താണ്. I was feeling drowsy myself and was wondering if I should go to the pond behind the house for a swim. ഇപ്പോൾ കുട്ടിക്കും ഡ്രൗസി, അതായത് ഒരു സ്ലീപ്പി, ഉറക്കം അങ്ങനെയൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഒന്ന് റിഫ്രഷ് ചെയ്യണം. അതുകൊണ്ട് വീടിൻ്റെ ബാക്കിലൊരു കുളമുണ്ട്, അവിടെ പോയി ഒന്ന് നീന്താം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആരെ കാണുന്നത്? When I saw a huge black cobra gliding out of a clump of cactus and making for some cooler part of the garden. നമ്മുടെ ഒരു ക്യാരക്ടർ വരുന്നുണ്ടല്ലേ. ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് എക്സ്പെക്ട് ചെയ്യണം. അപ്പോൾ കോബ്രയുടെയും നമ്മൾ ഈ കുട്ടിയുടെയും അതുപോലെ മംഗൂസിൻ്റെയും ഒക്കെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ക്യാരക്ടർ സ്കെച്ചിന് വേണ്ടിയിട്ട് ഓരോ പോയിന്റ്സ് നോട്ട് ചെയ്യുമ്പോൾ ഈ ഒരാളിൻ്റെ ഫിസിക്കലി ഉള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യണം. അപ്പം ഇവിടെ കോബ്രയുടെ പറയുമ്പോൾ കണ്ടോ, when I saw ഹ്യൂജ് ബ്ലാക്ക് കോബ്ര എങ്ങനെയാണ്? ഭയങ്കര വലുത്, ഹ്യൂജ് ബ്ലാക്ക് കോബ്ര. അപ്പോൾ ആ ക്യാരക്ടർ സ്കെച്ച് എഴുതാനുള്ള ഒരു പോയിന്റ് ആണ് കോബ്രയുടെ. കോബ്ര എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഹ്യൂജ് ആൻഡ് ബ്ലാക്ക്, അങ്ങനെയുള്ളൊരു കോബ്രയാണ്. ഗ്ലൈഡിങ് ഔട്ട് ഓഫ് എ ക്ലംബ് ഓഫ് കാക്ടസ് ആൻഡ് മേക്കിംഗ് ഫോർ സം കൂളർ പാർട്ട് ഓഫ് ദ ഗാർഡൻ. അപ്പോൾ ആളെങ്ങനെ എഴഞ്ഞ ഒരു ക്ലംബ് ഓഫ് കാക്ടസ് എന്ന് പറയുന്നത് ഒരു കള്ളിമുൾ ചെടികളുടെ കൂട്ടം. ക്ലംബ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ടൈപ്പ് ചെടികളോ കുറേ ടൈപ്പ് ചെടികളോ മരങ്ങളോ ഒക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്നതിനെയാണ് ക്ലംബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്ലംബ് ഓഫ് കാക്ടസിൽ കൂടെ ഈ ആളിങ്ങനെ എഴഞ്ഞെഴഞ്ഞ് പോവാണ്.
ആളുടെ ഉദ്ദേശം എന്തുവാ? ചൂടാണ്. അപ്പോൾ ഒബ്വിയസ്ലി ഏതെങ്കിലും ഒരു തണലുള്ള ഒരു ഭാഗത്തേക്ക് പോവുക, അത് കണ്ടുപിടിക്കുക. അറ്റ് ദ സെയിം ടൈം എ മംഗൂസ് whom I had often seen emerge from the bushes and went straight for the cobra. ഈ സമയത്താണ് ആളുടെ ശത്രുവും പിന്നെ നമ്മുടെ ഈ ഫൈറ്റിലെ മറ്റൊരു ക്യാരക്ടർ ആയിട്ടുള്ള മംഗൂസ്, കീരിനെ ഈ കുട്ടി ഓഫൺ കണ്ടിട്ടുണ്ട്, പലപ്പോഴായിട്ട് ഗാർഡന്റെ പല ഭാഗങ്ങളിൽ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പം ഈ ആള് ബുഷസ് എന്നിങ്ങനെ പെട്ടെന്ന് വരുന്നതും അയാള് ആരെ കാണുന്നു? കോബ്രേനെ കാണുന്നു. ഇവർ രണ്ടുപേരും ബദ്ധ ശത്രുക്കളാണ്, ഭയങ്കര എനിമീസാണ്. അപ്പൊ എന്താ, കീരി ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ പാമ്പിനെ കണ്ട ഉടനെ തന്നെ പാമ്പിന്റെ അടുത്തേക്ക് പോവും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ആള് പാമ്പിന്റെ നേരെ സ്ട്രെയിറ്റ് ഒരു ഫൈറ്റിന് വേണ്ടിയിട്ട് പോയി. ഇൻ എ ക്ലിയറിംഗ് beneath the tree in bright sunshine they came face to face. അതായത് ആ ട്രീയുടെ താഴെ ഇവർ രണ്ടുപേരും ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് മുഖത്തോട് മുഖം നേരെ ഇങ്ങനെ വരാൻ തുടങ്ങി. Cobra knew only too well that the grey mongoose, 3 feet long, was a super fighter, clever and aggressive. നമ്മുടെ കോബ്ര 3 ഫീറ്റ് 3 അടി നീളമുള്ള ആളാണ്. എങ്കിലും അറിയാം, ഈ കോബ്രനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും കീരി എന്ന് പറഞ്ഞൊരു ചെറിയ ഒരു ആനിമലാണ്. പക്ഷേ ഈ കോബ്രയ്ക്ക് അറിയാം 3 ഫീറ്റ് എനിക്കുണ്ടെങ്കിലും തൻ്റെ എനിമി ആയിട്ടുള്ള ഈ മംഗൂസ് എന്ന് പറയുന്നത് ഒരു സൂപ്പർവായിട്ടുള്ളൊരു ഫൈറ്ററാണ്, ഭയങ്കര ബുദ്ധിമാനാണ് ആൻഡ് അഗ്രസീവും ആണെന്ന് പറയുന്നു. അഗ്രസീവ് എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം ആംഗ്രി, അല്ലെങ്കിൽ എന്തുവാ, ഒരു ശരിക്കും ഒരു ഫൈറ്റ് ഇവർ തമ്മിൽ വന്നു കഴിഞ്ഞാൽ അത്രേനും ആംഗ്രി ആയിട്ട് നിന്നിട്ട് ഫൈറ്റ് ചെയ്യുന്ന ആളാണെന്ന് അറിയാം. ബട്ട് ദ കോബ്ര വാസ് സ്കിൽഫുൾ ആൻഡ് എക്സ്പീരിയൻസ് ഫൈറ്റർ ടു. ഇപ്പൊ പറയുന്ന ആരെ കുറിച്ചാ? കോബ്രനെ കുറിച്ച്. പക്ഷെ നമ്മുടെ മൂർഖൻ പാമ്പ് അത്ര ചെറിയ ആളൊന്നും അല്ല കേട്ടോ. ഇത്രയും 3 ഫീറ്റ് ഉണ്ട്, ഇത്രയും വലുതാണ്, നീളവും മണ്ണും ഒക്കെ നല്ലപോലെ ഉണ്ട്. പിന്നെ അതുപോലെ സ്കിൽഫുൾ, നല്ല സ്കിൽസ്, അതായത് ഈ ഫൈറ്റില് ജയിക്കാനുള്ള എല്ലാതരം കഴിവും എക്സ്പീരിയൻസും ഉള്ള ആളാണ്. ഹി കുഡ് മൂവ് സ്വിഫ്റ്റ്ലി ആൻഡ് സ്ട്രൈക്ക് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. ആൾക്ക് എന്ത് പറ്റും? പെട്ടെന്ന് സ്വിഫ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും, സ്ട്രൈക്ക് വിത്ത് ദ സ്പീഡ് ഓഫ് ദ ലൈറ്റ്. വേഗത്തിൽ മൂവ് ചെയ്ത് ലൈറ്റിന്റെ സ്പീഡിൽ കൊത്താൻ പറ്റുന്ന പറയുന്നത്. ലൈറ്റിന്റെ സ്പീഡ് എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും സ്പീഡ് പറയുമ്പോഴത്തേക്കും സ്പീഡ് ഓഫ് ദ ലൈറ്റ് ആണ് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത്, പ്രകാശത്തിന്റെ വേഗം. അപ്പൊ ഇവിടെ അതിനെ കമ്പയർ ചെയ്തത് ഈ ഒരു പാമ്പിന്റെ മൂവ്മെന്റിന്റെ സ്പീഡ് എന്ന് പറയുന്നത് അത്രയും ലൈറ്റിന്റെ അത്രയും വേഗതയിലാണെന്ന് പറഞ്ഞൊരു അതിശയോക്തി പറഞ്ഞേക്കുവാണ്, എക്സാജറേറ്റ് ചെയ്ത്. അതായത് ശരിക്കും ഈ ഒരു പാമ്പിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. പക്ഷെ ലൈറ്റിന്റെ വേഗം എന്ന് പറയുമ്പോൾ ലൈറ്റിന്റെ വേഗം നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റാത്തതാണ്. അതുമായിട്ട് പറയുമ്പോൾ നമുക്ക് അത്രയും ഒരു വലിയ സ്പീഡാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ ലൈറ്റിന്റെ സ്പീഡുമായിട്ട് കമ്പയർ ചെയ്തേക്കുന്നത്. And the sacs behind his long, sharp fangs were full of deadly venom. അപ്പോൾ ഇയാളുടെ പാമ്പിന് എന്താ പ്രത്യേകതയുള്ള? പാമ്പിന്റെ സാക്കിനകത്ത് വെനം ഉണ്ടായിരിക്കും അല്ലേ? അപ്പം ഇവിടെ അങ്ങനെയാണ്. കോബ്രയുടെ ഈ സാക്കിനകത്ത് ഡെഡ്ലി വെനം, അതായത് ഒരു ആനയെ പോലും ഒരു ചെറിയ ഒരു എമൗണ്ട് ഓഫ് പോയിസൺ കൊണ്ട് കൊല്ലാൻ പറ്റുന്ന ആളാണ് ഈ മൂർഖൻ പാമ്പ്. അപ്പം വിഷമൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുവാണ്. ഷാർപ്പ് ഫാങ്സ് എന്ന് പറയുന്നത് വിഷപ്പല്ല്, അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് വാസ് ടു ബി എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ മനസ്സിലായല്ലോ, രണ്ടുപേരും ഈക്വൽ ടാലന്റ് ഉള്ള ആൾക്കാരും. ആര് ജയിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഈ ഒരു ഫൈറ്റിൽ. അപ്പം ഈ ഒരു ബാറ്റിൽ എന്ന് പറയുന്നത് ചാമ്പ്യൻസിന്റെ ഒരു ബാറ്റിൽ തന്നെയാണ്, നമുക്ക് പറയാൻ പറ്റില്ല. ഹിസ്സിംഗ് ഡിഫിയൻസ്, ഹിസ് ഫോക്ക് ടങ് darting in and out. The cobra raised 3 of his 6 feet off the ground. അപ്പം നമ്മുടെ പാമ്പ് നല്ല അഗ്രസീവായിട്ട് ഇപ്പം നിൽക്കുവാണ്, ഫൈറ്റിന് റെഡി ആയിട്ട് നിൽക്കുവാണ്. ആള് ഹിസ് ചെയ്തെന്ന് വെച്ചാൽ പാമ്പിന്റെ സൗണ്ട് ഇല്ലേ, ആ സൗണ്ടാണ് ഹിസ്സിങ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ കീരിനെ എതിർത്തിങ്ങനെ ആള് അതിന്റെ പത്തി എടുത്ത് ഇങ്ങനെ നിൽക്കാൻ തുടങ്ങി. ആൻഡ് സ്പ്രെഡ് ഇസ് ബ്രോഡ് സ്പെക്ടക്കിൾ ഹൂഡ്. ആകെ 6 ഫീറ്റ് നീളമുണ്ട്, 6 അടി നീളമുണ്ട്. അതിൽ 3 അടി ഇപ്പം പത്തിയുടെ നീളമായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ബ്രോഡ് സ്പെക്ടക്കിൾ ഹൂഡ് എന്ന് വെച്ചാൽ അതിന്റെ പത്തി ഫണം, അപ്പൊ അതിങ്ങനെ വികസിപ്പിച്ച് നിൽക്കുവാണ്. സ്പെക്ടക്കിൾഡ് ഹൂഡ് എന്ന് പറയുന്നത് ഈ ഒരു കോബ്രയുടെ ബാക്കില് ഒരു മാർക്കിംഗ് ഉണ്ട്, ഒരു അടയാളം ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ പിക്ചറിലൊക്കെ? മൂർഖൻ പാമ്പിന്റെ ബാക്കിൽ ഒരു അടയാളം, അതിനെയാണ് സ്പെക്ടക്കിൾ ഹൂഡ് എന്ന് പറയുന്നത്. സ്പെക്ടക്കിൾ എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്കത് കാണുമ്പോൾ ഒരു കണ്ണട പോലെ തോന്നും, അതുകൊണ്ടാണ് ഒരു പേര് വന്നേക്കുന്നത്. ദ മംഗൂസ് ബുഷ് ഹിസ് ടെയിൽ.
ആളുടെ വാലൊക്കെ ഇങ്ങനെ വികസിപ്പിച്ച്, ഇപ്പൊ പൂച്ചയ്ക്കൊക്കെ ദേഷ്യം വരുമ്പോൾ അതിന്റെ വാലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കത്തില്ലേ, ഭയങ്കര തിക്കായിട്ട്, അതുപോലെ ആക്കി. ദ ലോങ് ഹെയർ ഓൺ സ്പൈൻ സ്റ്റൂഡ് അപ്പ്. ആളുടെ സ്പൈൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ബാക്കിലെ ആ ഒരു പോർഷൻ, അതായത് നട്ടെല്ല് ആ ഒരു പോർഷൻ വരുന്നില്ലേ, അവിടെയുള്ള രോമങ്ങളൊക്കെ ഇങ്ങനെ എണീച്ചങ്ങ് നിൽക്കാൻ തുടങ്ങി. ഓക്കെ, ആരുടെ? മംഗൂസിന്റെ ആണ്. അപ്പം ഇവിടെ പറയുന്നുണ്ട്, ഇൻ ദ പാസ്റ്റ് ദ വെരി തിക്നെസ് ഓഫ് ഹിസ് ഹെയർ ഹാഡ് സേവ് ഹിം ഫ്രം ബൈറ്റ്സ് ദാറ്റ് ഇറ്റ് ഹാവ് ബീൻ ഫാറ്റൽ ടു അതേഴ്സ്. അപ്പോൾ ഈ ഒരു രോമം, ഈ മംഗൂസിന്റെ ദേഹത്ത് മൊത്തം എന്തുവാ ഇത്തരത്തിലുള്ള രോമമുണ്ട്, ബാക്കിലൊക്കെ, പുറത്തും അതുപോലെ തന്നെ ഓൾ ഓവർ ദ ബോഡി. അതുള്ളത് കൊണ്ട് തന്നെ നേരത്തെ പല ഫൈറ്റ് നടന്നിയ സമയത്ത് ഇദ്ദേഹത്തിന് കുറെ കടിയൊക്കെ കിട്ടിയിട്ടുണ്ട്, എങ്കിൽ പോലും ഇയാൾ അതിലൊക്കെ സേവ് ആയി അതെന്നൊക്കെ. കാരണം ഈ ഒരു രോമം ഉള്ളത് കൊണ്ട് ഈ പാമ്പിന്റെ വെനത്തിനോ ഒന്നും ബോഡിയിൽ എഫക്ട് ചെയ്തില്ല. പക്ഷെ വേറൊരാൾക്കായിരുന്നെങ്കിൽ ആ ഒരു ബൈറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ അയാൾ മരിച്ചു പോയേനെ, ഡെഡ്ലി ആയിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. Though the combatants were unaware of his presence in the banyan tree, they soon became aware of the arrival of other two spectators. One was a myna and other a jungle crow. Okay. ഈ ആള് കുട്ടി മേളിൽ ഇരുന്ന് ഇവരുടെ ഈ ഒരു ഫൈറ്റ് കാണാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. പക്ഷെ ഇവര് താഴെയാണ്, കുട്ടി മേളിൽ ഇരുന്നാ കാണുന്നത്. അപ്പം പാമ്പും കീരിയും കുട്ടീനെ കണ്ടിട്ടില്ല, കുട്ടി മേലെ ഇരുന്ന് ഇവരെ കണ്ടോണ്ടിരിക്കുവാണ്. പക്ഷെ ഈ സമയത്ത് വേറെ രണ്ടാൾക്കാർ അവിടെ വന്നു. ആർക്കെന്നറിയോ? ഒരു മൈനയും അതുപോലെ തന്നെ വേറൊരു ജംഗിൾ ക്രോയും, ഒരു കാട്ടിലെ കാക്കയും കൂടെ വന്നു. അപ്പൊ ഇവര് രണ്ടുപേരെയും പ്രസൻസ് ഈ കീരിയും പാമ്പും തിരിച്ചറിഞ്ഞു. They had seen these preparations for battle and had seated on the cactus to watch the outcome. അപ്പോൾ ഇവർ രണ്ടുപേരും എന്ത് ചെയ്തു? ഈ കീരിയും പാമ്പും ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പം ഇവർ രണ്ടുപേരും ഇതൊന്ന് കാണാം, ഈ ഒരു അടി കാണാം എന്നുള്ള ഉദ്ദേശത്തിൽ ഒരു കാക്ടസ്, ഒരു കള്ളിമുൾ ചെടിയിൽ ഇരുന്നിട്ട് എന്ത് സംഭവിക്കുന്നു നോക്കാൻ വേണ്ടി തീരുമാനിച്ചു. അവസാനം റിസൾട്ട് എന്തുണ്ടാവും, ഔട്ട്കം എന്ന് വെച്ചാൽ അവസാനത്തെ റിസൾട്ട്. Okay, had they been content only to watch, all would have been well with both of them. അപ്പോൾ ഇവിടെ കുട്ടി പറയാണ്, എന്തോ ഇവർക്ക് രണ്ടുപേർക്കും സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ വെച്ച് കുട്ടി പറയാണ്, അതായത് ഇവർ ഈ ഒരു ഫൈറ്റ് കണ്ടോണ്ട് മാത്രം ഇരുന്നിരുന്നെങ്കിൽ അവസാനം ഉണ്ടായ ചില അൺപ്ലസന്റ് ആയിട്ടുള്ള ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവൂലായിരുന്നു അവർക്ക്. അതായത് ഈ മൈനയ്ക്കും ഈ ക്രോനും എന്തോ ഒരു അപകടം പറ്റിയിട്ടുണ്ടെന്ന് നമുക്കിത് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പൊ അവര് വെറുതെ ഇരുന്നത് കണ്ടോണ്ടിരിക്കുവായിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കില്ലായിരുന്നു. അപ്പൊ അവരെന്തോ ചെയ്തിട്ടുണ്ടാവും അല്ലേ, നമുക്ക് നോക്കാം. The cobra stood on the defensive, swaying slowly from side to side, trying to mesmerize the mongoose into marking a false move. ഈ കോബ്ര ഇപ്പൊ എന്ത് ചെയ്യാൻ തുടങ്ങി? ബുദ്ധിപൂർവ്വമായിട്ടുള്ള ഒരു മൂവ് എടുക്കാൻ തുടങ്ങി. ആളിങ്ങനെ പത്തി വരുത്തി നിൽക്കുന്നുണ്ട്. എന്നിട്ട് സ്വേയിങ് എന്ന് വെച്ചാൽ അപ്പുറത്തോട്ട് പോവാം, ഇങ്ങനെ മൂവ് ചെയ്യാം, ഇങ്ങനെ ശരിക്കും ആടുക എന്ന് പറയാൻ പറ്റും. അതായത് ഈ ഒരു മംഗൂസ് വിചാരിക്കുമ്പോൾ ഈ വശത്തേക്കാണ് ഇവന്റെ പത്തി കൊണ്ടുവരുന്നതെന്ന് തോന്നും. പക്ഷെ ആക്ച്വലി അല്ല, അവിടെ നിന്ന് ആ മൂവ്മെന്റ് മറ്റേ സൈഡിലോട്ട് മാറ്റും. അപ്പൊ എന്തിനാ? ഈ കീരിനെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഫാൾസ് മൂവ് എടുത്തിട്ട്. ബട്ട് ദ മംഗൂസ് knew the power of his opponent's glassy and winged eyes and refused to meet them. അപ്പോൾ പക്ഷെ നമ്മുടെ കീരിക്ക് അറിയാം, ഈ പാമ്പിനെ ഇന്നും ഇന്നലെയൊന്നും കാണാൻ തുടങ്ങിയതല്ല കീരി. അപ്പം ആള് നോക്കുന്ന എവിടെയാണ്? ഈ പാമ്പിന്റെ പിന്നെന്തുവാ ഷൈനി ആയിട്ടുള്ള അൺവിങ്ഡ് ആയിട്ടുള്ള ഐസ് ഒക്കെ നോക്കി എന്തുവാ ഈ ഫോൾസ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് കാണിച്ച് പാമ്പ് പറ്റിക്കാൻ നോക്കുന്നത് കീരിയുടെ അടുത്ത് നടക്കുന്നില്ല. ഓക്കെ, ഇൻസ്റ്റഡ് ഹി ഫിക്സസ് ഗേസ് അറ്റ് എ പോയിന്റ് ജസ്റ്റ് ബിലോ ദ കോബ്രാസ് ഹൂഡ് ആൻഡ് ഓപ്പൺ ദ അറ്റാക്ക്. ആളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പത്തിയൊക്കെ അനക്കി പറ്റിക്കാൻ നോക്കുന്നതിലൊന്നും വീഴാണ്ട് ജസ്റ്റ് കോബ്രയുടെ ഹൂഡ് പത്തിക്ക് താഴെ ഒരു പോയിന്റിൽ കീരി ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ആ ഒരു ഭാഗം ലക്ഷ്യമിട്ട് കീരി എന്തുവാ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്തു. മൂവിങ് ഫോർവേഡ് ക്വിക്ലി അണ്ടിൽ ഹി വാസ് ജസ്റ്റ് വിത്തിൻ ദ കോബ്രാസ് റീച്ച് ഹി മെയ്ഡ് എ ഫെയിന്റ് ടു വൺ സൈഡ്. അപ്പോൾ എന്തുവാ പെട്ടെന്ന് നമ്മുടെ കോബ്രയുടെ അടുത്തോട്ട് വന്നതിന് ശേഷം എന്നിട്ട് എന്താ നമ്മുടെ കീരി ചെയ്തത്? ഒരു വശത്തേക്ക് പോകുന്ന പോലുള്ളൊരു മൂവ്മെന്റ് എടുത്തു. ഫെയിന്റ് എന്ന് വെച്ചാൽ ഒരു ഭാഗത്തേക്ക് പോകുന്നതായിട്ട് പ്രെറ്റൻഡ് ചെയ്തു. നേരത്തെ പാമ്പ് പറ്റിക്കാൻ നോക്കിയ പോലെ കീരി ഒരു ഭാഗത്തേക്ക് പോകാൻ പോലെ ഒരു മൂവ്മെന്റ് എടുത്തു. ശരിക്കും ഒരു ഫാൾസ് മൂവ്മെന്റ് ആയിരുന്നു. ഇമ്മീഡിയറ്റ്ലി ദ കോബ്ര സ്ട്രക്ക് ഗ്രേറ്റ് ഹുഡ് came down
so swiftly that I thought nothing could save the mongoose. ആ സമയത്താണെങ്കിൽ ഈ പാമ്പിന്റെ പത്തി താഴേക്ക് വന്നു. അപ്പം ഈ മംഗൂസിനെ ആക്രമിക്കാൻ പോവാണെന്ന് കുട്ടി വിചാരിച്ചു. മംഗൂസിനെ ഇനി കീരി ആർക്കും രക്ഷിക്കാൻ പറ്റില്ല എന്ന് കുട്ടി വിചാരിച്ചു. ബട്ട് ദ ലിറ്റിൽ ഫെലോ jumped neatly to one side and darted in as swiftly as the cobra, biting the snake on the back and darting away again out of reach. അപ്പൊ എന്താ, കുട്ടി വിചാരിച്ച ഇനി എന്തായാലും കീരിനെ രക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ ആള് വിടുവോ? ആളാണെങ്കിൽ വളരെ ചെറിയ ആളാണെങ്കിലും എന്തുവാ ഒരു സൈഡിലേക്ക് പോയിട്ട് പിന്നെയും പാമ്പിനെ വന്ന് പാമ്പിന്റെ ബാക്കിൽ കടിക്കാൻ പറ്റി. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറുകയും ചെയ്തു. പാമ്പിന്റെ കയ്യിൽ എത്താത്ത രീതിയിൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് മാറുകയും ചെയ്തു. ഇത് വളരെ പെട്ടെന്നാണ് ഈ മൂവ്മെന്റ് ഉണ്ടായത്. The moment the cobra struck, the crew and miner hurled themselves at him, only to collide heavily in mid-air, shrieking at each other. They returned to Cactus Plan. അപ്പോൾ എന്താ ഇവിടെ സംഭവം? അടുത്ത് നമ്മുടെ മംഗൂസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കോബ്ര ഇങ്ങനെ വരാൻ പോയപ്പോൾ 2 അതിഥികൾ അവിടെ വന്ന് ഇവരുടെ ഫൈറ്റ് കണ്ടോണ്ടിരിക്കുവായിരുന്നു എന്ന് പറഞ്ഞില്ലേ? ആരൊക്കെയാ? കാക്കയും അതുപോലെ തന്നെ മൈനയും. ഇവർ 2 പേരും കൂടെ ഈ ഒരു പാമ്പിന്റെ നേരേക്ക് ഇങ്ങനെ പാഞ്ഞു വന്നു. അവസാനം എന്ത് പറ്റിയെന്നറിയോ? ഇവർ 2 പേരും കൂടെ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് അവർ പരസ്പരം ഇടിച്ചിട്ട് എന്തുവാ എയറി വെച്ച് തന്നെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ അവർ പരസ്പരം ഇടിച്ചിട്ട് നിലവിളിച്ചോണ്ട് തിരിച്ച് കാക്ടസിൽ പോയിരുന്നു. ആ ഒരു പ്ലാന്റിൽ തന്നെ പോയിരുന്നു. അടുത്തെന്താ സംഭവിച്ചേ? A few drops of blood glistened on the cobra's back. The cobra struck again and missed. Again the mongoose sprang aside, jumped in and bit. Again the birds dived at the snake, bumped into each other instead and returned shrieking to the safety of the cactus. Okay, അപ്പൊ രണ്ടാമത് ഈ ആൾക്കാർ പിന്നെയും വരുന്നുണ്ട്. അതിനു മുന്നേ ഈ കോബ്ര ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ മംഗൂസിന്റെ അറ്റാക്ക് 2-3 തവണ കിട്ടിയില്ലേ? അപ്പൊ ആളുടെ ഹൂഡിന്റെ ബാക്കിലാണെങ്കിൽ കുറച്ച് രക്തത്തിന്റെ ഒരു ഷെയ്ഡ് കാണാൻ പറ്റി. അപ്പൊ ആൾക്ക് മുറിവ് പറ്റിയെന്ന സാരം. പിന്നെ ആള് ഈ മംഗൂസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോഴും എന്താ, കീരി വളരെ സക്സസ്ഫുൾ ആയിട്ട് ഒരു സൈഡേ കൂടെ ചാടി ഇതിനെ കടിക്കായിരുന്നു. ഓക്കെ, അപ്പം പിന്നെ ഇതിന് മുറിവ് പറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ബേർഡ്സ് എന്ത് ചെയ്യുക? അവര് വെറുതെ ഇരിക്കാണ്ട്, ഇത് കണ്ടുകൊണ്ട് വെറുതെ ഇരിക്കാണ്ട് അറ്റ്ലീസ്റ്റ് ഇവർ അവിടെ നിന്ന് പിന്നെയും വന്നിട്ട് ഇങ്ങോട്ട് വരികയാണ്. ഓക്കെ, എന്നിട്ട് പിന്നെയും പരസ്പരം ഇടിച്ചു. ബംഡ് എന്ന് പറഞ്ഞാൽ ഹിറ്റ് എന്നാണ് മീനിങ്. പരസ്പരം കൂട്ടിമുട്ടി. എന്നിട്ട് കാക്ടസ് ആ കള്ളിമുൾ ചെടിയിൽ പിന്നെയും പോയിരുന്നു. The third round followed the same course as the first, but with one dramatic difference. അപ്പം ഇവർ പിന്നെയും ഉണ്ടാണ്ടിരിക്കാൻ റെഡിയല്ല. ആ ഒരു കാക്ടസിന്റെ സേഫ്റ്റിയിൽ പോയിരുന്നിട്ട് ഇനിയും ഈ പാമ്പ് ഇങ്ങോട്ട് വരുന്ന സമയത്തേക്ക് പിന്നെയും വരികയാണ്. പക്ഷേ നേരത്തെ പോലെ ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല. ഇവിടെ ഒരു മേജർ ആയിട്ടുള്ള ഒരു ഇവന്റ് സംഭവിക്കുന്നുണ്ട്. ഡ്രമാറ്റിക് ഡിഫറൻസ് എന്നാ പറയുന്നത്. എന്തോ അപ്പോൾ വളരെ ഭീകരമായിട്ടുള്ള എന്തോ ഒരു കാര്യം ഇവർക്ക് രണ്ടുപേരിലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്കോ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നോ തോന്നുന്നു അല്ലേ? അപ്പോൾ the crew and the miner, still determined to take part in the proceedings, dived at the cobra, but this time they missed each other as well as their mark. അപ്പോൾ ഇവർ 2 പേരും കൂടെ വന്നിങ്ങനെ സാധാരണ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? കൂട്ടിമുട്ടും, എന്നിട്ട് പോവും, അവിടെ പോയി ആ ഒരു കാക്ടസിൽ പോയി ഇരിക്കും. പക്ഷെ ഇത്തവണ ആ സംഭവം നടന്നില്ല. ഇവിടെ മൈനയാണെങ്കിൽ തിരിച്ച് ആ ഒരു പറിച്ച് എന്ന് പറയുന്നത് ആ ഒരു മരച്ചില്ല, നേരത്തെ ഇരുന്ന ആ ഒരു മരച്ചില്ലയിലോ ആ ചെടിക്കൂട്ടത്തിലോ പിന്നെ പോയിരിക്കാൻ മൈനയ്ക്ക് പറ്റി. പക്ഷേ ഈ കാക്കയ്ക്ക് ക്രോ ട്രൈ ടു പുൾ അപ്പ് ഇൻ ദ മിഡ് എയർ ആൻഡ് ടേൺ ബാക്ക്. ആള് വന്നിട്ട് തിരിച്ചു പോകാൻ നോക്കി. പക്ഷേ in the second that it took him to do this, the cobra whipped his head back and struck with great force, his snout thudding against the crow's body. അപ്പം ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ, 1 സെക്കൻഡ് കൊണ്ട് തന്നെ ഈ കോബ്ര ഇത് തിരിഞ്ഞു പോകാൻ നോക്കുന്ന സമയത്തേക്ക് ഇതിനെ ബൈറ്റ് ചെയ്തു. അങ്ങനെ ആയപ്പോൾ എന്ത് പറ്റി കാണും? കോബ്രയ്ക്ക് അത്രയും വെനമാണ്, അത്രയും പോയിസൺ അതിന്റെ കയ്യിലുണ്ട്. അപ്പൊ എന്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഊഹിക്കാം. I saw the bird flung nearly 20 feet across the garden, where, after fluttering about a while, it lay still. The miner remained on the cactus plant, very wisely refrained from interfering again. അപ്പം കാക്ക ഇവിടെ പറയുന്ന പോലെ ഇത്രയും വിഷം
എൻ്റെ ബോഡിയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരു ഡിസി മൂവ്മെന്റ്സ് ഒന്ന് ഫ്ലട്ടർ ചെയ്തു, ജസ്റ്റ് ഇങ്ങനെ അതൊരു കറക്കം പോലെ വന്നിട്ട് അത് പിന്നെ പെട്ടെന്ന് അങ്ങ് വീണു പോവുകയാണ്. അപ്പോൾ തന്നെ അത് മരിക്കുകയും ചെയ്തു. ഇത് കണ്ട് മൈനയ്ക്ക് മനസ്സിലായി ഇനി ഒരിക്കലും ഇങ്ങനെ വന്ന് ഇങ്ങനെ ചെയ്യുന്നത് പാമ്പിന് ദേഷ്യം പിടിപ്പിക്കും. കൂട്ടുകാരൻ്റെ അപകടം മനസ്സിലായി. പിന്നെ എന്ത് ചെയ്തു, അവിടെ തന്നെ ഇരുന്നു, ഇങ്ങോട്ട് വന്ന് ഇന്റർഫിയർ ചെയ്തില്ല. ഇവരെ ഈ ഒരു ഫൈറ്റിന്റെ ഇടയ്ക്ക് വന്നില്ല. The cobra was weakening and the mongoose, walking fearlessly up to it, raised himself on his short legs and with lightning snap had the big snake by the snout. അപ്പോൾ ഇപ്പോഴത്തേക്കും ഇത്രയും കടിയൊക്കെ കിട്ടിയപ്പോഴത്തേക്കും മൂർഖൻ പാമ്പിന് ഇപ്പോഴത്തേക്കും പല പ്രശ്നങ്ങളുമായിട്ടുണ്ട്. ഫൈറ്റ് ചെയ്യാൻ തന്നെ പറ്റാത്ത അവസ്ഥയാണ്. അതേസമയം മംഗൂസോ ആള് വിന്നർ ആവാനുള്ള ഏതാണ്ടൊക്കെ ആയിട്ടുണ്ടല്ലേ. അപ്പൊ അയാള് ഇദ്ദേഹത്തിന്റെ ചെറിയ കാല്, ഭയങ്കര ഹൈറ്റ് ഒന്നുള്ള കാലല്ല, അതിലെങ്ങനെ നിന്നിട്ട് ഇതിനെതിരെ പിന്നെയും വരാൻ പോവാണ്. ദ കോബ്ര റിച്ച്ഡ് ആൻഡ് ലാഷ്ഡ് അബൌട്ട് ഇൻ എ ഫ്രൈറ്റനിങ് മാനർ. അപ്പോൾ കോബ്ര അവസാനത്തെ മൂവ്മെന്റ്സ് നടത്തി നോക്കുവാണ്. റിത്ഡ് എന്ന് പറയുന്നത് പെയിൻഫുൾ ആയിട്ടുള്ള മൂവ്മെന്റ് ആണ്. അപ്പൊ ആ ഒരു മൂവ്മെന്റിൽ ഇങ്ങോട്ട് ജസ്റ്റ് ഇങ്ങനെ വരാൻ നോക്കി. പക്ഷെ എന്തുവാ, ആൻഡ് ഈവൻ കോയിൽ ഇറ്റ് സെൽഫ് അബൌട്ട് ദ മംഗൂസ്. എന്നിട്ട് മംഗൂസിനെ ചുറ്റി വരുന്നു. ബട്ട് ഓൾ ടു നോ അവെയിൽ. അപ്പൊ ഇതൊന്നും ചെയ്തിട്ടും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ദ ലിറ്റിൽ ഫെലോ ഹങ് ഗ്രിംലി ഓൺ അണ്ടിൽ ദ സ്നേക് ഹാഡ് സീസ്ഡ് ടു സ്ട്രഗിൾ. അപ്പം ആളങ്ങനെ അതേ തന്നെ പിടിച്ചിരുന്നിട്ട് എന്ത് സംഭവിച്ചു, ഈ ആള് പാമ്പ് അതിനെ വിടുന്ന വരെ എന്ന് വെച്ചാൽ പാമ്പ് ദ സ്നേക് ഹാഡ് സീസ്ഡ് ടു സ്ട്രഗിൾ, അത് ശരിക്കും മരിക്കുന്ന വരെ അതവിടെ രക്ഷപ്പെട്ടു. അതായത് കീരി രക്ഷപ്പെട്ടു. പാമ്പിന് അപകടം സംഭവിച്ചു. പാമ്പ് അതിന്റെ സ്ട്രഗിള് സീസ് ചെയ്യുന്നവരെ എന്ന് വെച്ചാൽ എന്താ അർത്ഥം, അത് മരിക്കുന്നവരെ ഇത് കീരി അതിനെ പിടിച്ചിരുന്നു, പിന്നെ രക്ഷപ്പെട്ടു എന്നുള്ളത്. He then smelt along its curing length and gripped it round the hood, dragging it into the bushes. അപ്പം ഇപ്പൊ പാമ്പ് ചത്തുപോയി, കീരി വിന്നറായി. അപ്പം പാമ്പ് അതിനെ ചുറ്റി വരുന്നെങ്കിലും ഒരു രക്ഷയും പാമ്പിനുണ്ടായിരുന്നില്ല. പാമ്പിന്റെ ശ്വാസം അവസാനിച്ചപ്പോൾ കീരി അതിനെ എടുത്തോണ്ട് എങ്ങോട്ട് പോയി, ബുഷസിലോട്ട് പോയി. ബുഷസിൽ നിന്നാണ് കീരി വന്നത്, അങ്ങോട്ടേക്ക് പാമ്പിനെ എടുത്തോണ്ട് പോയി. The miner dropped cautiously to the ground, hopped aboard, peered into the bushes from a safe distance, and then with a shrill cry of congratulations flew away. എന്നിട്ട് മൈന അവിടെ നിന്ന് കാണുവാണ്, പിന്നെ ഇങ്ങോട്ടൊന്നും വന്നില്ല. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു മംഗൂസിനെ, കീരിനെ അഭിനന്ദിക്കുന്ന പോലെ തരത്തിലൊരു സൗണ്ട് ഉണ്ടാക്കിയിട്ട് അത് അവിടെ നിന്ന് പറന്നു പോയി. When I had also made a cautious descent from the tree and returned to the house, I told grandfather of the fight I had seen. He was pleased that mongoose had won. അപ്പോൾ എന്താ ഇത് സംഭവങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം കുട്ടി പയ്യൻ മരത്തിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് എന്തുവാ, ഗ്രാൻഡ് ഫാദറിന്റെ അടുത്ത് പോയി പറഞ്ഞു ഈ ഒരു ഇവന്റിനെ കുറിച്ച്, എന്തൊക്കെയാണ് നടന്നതിനെ കുറിച്ച്. അപ്പോൾ നമ്മളൊരു പാമ്പും കീരിയും തമ്മിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ ആര് ജയിക്കാനാണ് ആഗ്രഹിക്കുക? കീരി ജയിക്കാൻ ആഗ്രഹിക്കില്ലേ? കാരണം എന്ന് വെച്ചാൽ എന്താ, പാമ്പിന് വിഷമുണ്ട്, നമ്മളെ ഉപദ്രവിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പാമ്പിനെ കീരി കൊല്ലുന്നതല്ലേ നമ്മൾ ഇഷ്ടപ്പെടുക. അതുപോലെ തന്നെയാണ് ഇവിടെയും ഗ്രാൻഡ് ഫാദറിന്റെ റെസ്പോൺസും. മംഗൂസ് കീരി ആ പാമ്പിനെ കൊന്നതിൽ മുത്തശ്ശന് ഒരുപാട് സന്തോഷം പ്രകടിപ്പിക്കുവാണ്. ഹാഡ് എൻകറേജ് ഇറ്റ് ടു ലിവ് ഇൻ ദ ഗാർഡൻ. അപ്പോൾ എന്തോ മുത്തശ്ശൻ പറയുവാണ്, ഈ പാമ്പുകളൊക്കെ ഒരുപാട് ഈ ഗാർഡനിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ ഒരു കീരി അവിടെ ഉണ്ടാവുന്നത് നല്ലതാണ്, അവിടെ ജീവിക്കട്ടെ എന്നുള്ളൊരു ഇത് മുത്തശ്ശൻ പറയുവാണ്. ആൻഡ് ഫെഡ് ഇറ്റ് റെഗുലർലി വിത്ത് സ്ക്രാപ്സ് ഫ്രം ദ കിച്ചൺ. അപ്പം ഗ്രാൻഡ് ഫാദർ ഈ കീരിനെ കാണുമ്പോഴത്തേക്കും അതിന് കിച്ചണിൽ നിന്ന്, അടുക്കളയിൽ നിന്നുള്ള ഫുഡിന്റെ പീസസും ഒക്കെ കൊണ്ടു കൊടുക്കുമായിരുന്നു. ഹാഡ് നെവർ ട്രൈൻ ടേമിങ് ഇറ്റ് ബിക്കോസ് വൈൽഡ് മംഗൂസ് വാസ് മോർ യൂസ്ഫുൾ ദാൻ എ ഡൊമസ്റ്റിക്കേറ്റഡ് വൺ. അപ്പോൾ ആളിങ്ങനെ ഈ മംഗൂസ് ഇങ്ങനെ കീറി വരുന്ന സമയത്ത് അതിനിങ്ങനെ ഫുഡൊക്കെ കൊടുക്കുമായിരുന്നു, പക്ഷെ ഒരിക്കലും അതിനെ വീട്ടിൽ വളർത്താൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തില്ല. ടൈമിങ് എന്ന് വെച്ചാൽ വീട്ടിലേക്ക് വളർത്തുന്ന അനിമൽസിനെ ട്രെയിൻ ചെയ്തെടുക്കില്ല. അതാ ടൈംഡ് അനിമൽ എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക്കേറ്റഡ് അനിമലാണ്. അപ്പോൾ അതിനൊന്നും ശ്രമിച്ചില്ല. കാരണം എന്താ, ബിക്കോസ് വൈൽഡ് മംഗൂസ് വാസ് മോർ യൂസ്ഫുൾ ദാൻ എ ഡൊമസ്റ്റിക്കേറ്റഡ് വൺ. കാരണം കാട്ടിലെ കീരിക്കുള്ള പവറൊന്നും നാട്ടിൽ ഇണക്കി വളർത്തുമ്പോൾ ഒരിക്കലും ഉണ്ടാവില്ല. കാരണം അത് വൈൽഡ് എൻവയോൺമെന്റിൽ നിൽക്കുമ്പോഴത്തേക്കും പാമ്പിനെ പിടിക്കാനൊക്കെ പറ്റും. ഒരു പക്ഷെ നമ്മൾ എടുത്ത് വളർത്തി കഴിഞ്ഞാൽ അതിനുള്ള ആ ഒരു അഗ്രസീവ് നാച്ചറും ഒക്കെ അങ്ങ് പോവല്ലേ, ചിലപ്പോൾ പാമ്പിനെ കാണുമ്പോൾ പേടിച്ചു പോകും. അതുകൊണ്ട് ഗ്രാൻഡ് ഫാദർ അതിനൊന്നും മുതിർന്നില്ല, പകരം അടുക്കളയിൽ നിന്നുള്ള ഫുഡ് കൊടുക്കുമായിരുന്നു. From the banyan tree, I often saw the mongoose patrolling the four corners of the garden, and once I saw him with an egg in his mouth and knew he had been in the poultry house.
But he hadn't harmed the birds, and I knew grandmother would forgive him for stealing as long as he kept the snakes away from the house. ഒരു ദിവസം കുട്ടി ഈ ആൽമരത്തിൽ ഇരിക്കുമായിരുന്നു. ആ സമയത്ത് ഈ മങ്കൂസിനെ കണ്ടു. മങ്കൂസ് ഗാർഡനിൽ നിൽക്കുന്ന കണ്ടു. ആളുടെ വാക്കകത്തൊരു മുട്ടയുണ്ട്. ആ മുട്ട എവിടെ നിന്ന് കിട്ടിയതായിരിക്കും എന്ന് കുട്ടി ആലോചിച്ചപ്പം ആൾക്ക് ഒരുപാടൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. എന്തായാലും ഇവരുടെ വീട്ടിൽ തന്നെ ഒരു പൗൾട്രി, കോഴികളെയൊക്കെ വളർത്തുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ നിന്നായിരിക്കും ഈ ഒരു എഗ്ഗിനെ എടുത്തതെന്ന് കുട്ടി വിചാരിച്ചു. പക്ഷെ കോഴികളെയൊന്നും ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കോഴികളെയൊക്കെ ഒന്നും ചെയ്യാത്ത വിധം ആയതുകൊണ്ട് എന്തായാലും ഗ്രാൻഡ് മദർ ഈ ഒരു മുട്ട എടുത്തതിന് ഇതിനെ വഴക്ക് പറയോ അല്ലെങ്കിൽ അതിനെ ഈ മുട്ട എടുത്തത് കാരണം ആ ഭാഗത്ത് നാട്ടി ഒടുക്കി ഒന്നും ചെയ്യത്തില്ല എന്ന് കുട്ടിക്ക് മനസ്സിലായി. The banyan tree was also the sitting for what we were to call the strange case of the grey squirrel and the white rat. The white rat was grandfather's. He had bought it from the bazaar for 4 annas. But I would often take it with me into the roots and branches of the old tree, banyan tree, where soon struck up a friendship with one of the squirrels. They would go off together on little excursions among the branches. അപ്പോൾ ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് വേറൊരു കാര്യം പറയുകയാണ്. ഈ ബനിയൻ ട്രീയിൽ ഒരു സ്ട്രേഞ്ച് കേസ് പിന്നെ നടക്കുന്നുണ്ടെന്ന് പറയുന്നു. അതായത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഈ കുട്ടി ഒരു ഗ്രേറ്റ് സ്ക്വിറലുമായിട്ട് കൂട്ടുണ്ടായിരുന്നു എന്ന്, ഒരു ചാരനിറത്തിലുള്ള ഒരു അണ്ണാനുമായിട്ട് കൂട്ടുണ്ടായിരുന്നു എന്ന്. അപ്പം ഈ ഒരു ഗ്രേ സ്ക്വിറലും പിന്നെ വേറൊരാളും തമ്മിൽ ഫ്രണ്ട് ആവുകയാണ്, ഒരു വൈറ്റ് റാറ്റും തമ്മിൽ. ഈ വൈറ്റ് റാറ്റിനെ ആരാണെന്നറിയാം കൊണ്ടുവന്നത്? അത് ഗ്രാൻഡ് ഫാദറാണ് കൊണ്ടുവന്നത്. ഗ്രാൻഡ് ഫാദറിന് ബസാർ കടയിൽ നിന്ന് 4 അണാസ്, അണ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു പഴയ കറൻസിയാണ്. അപ്പം ഒരു 16 അണ എന്ന് പറയുമ്പോഴത്തേക്കാണ് ഒരു രൂപയാകുന്നത്. അപ്പം ഒരു 25 പൈസ എന്ന് ഇപ്പൊ പറയുന്ന ആ ഒരു ഇതാണ് ഈ 4 അണ. അപ്പൊ അത്രയും പൈസ കൊടുത്ത് ഗ്രാൻഡ് ഫാദർ മേടിച്ചതാണ് ഈ ഒരു വൈറ്റ് റാറ്റിന്. അപ്പം ഈ ഒരു വൈറ്റ് റാറ്റിനെയും ഈ കുട്ടി എന്തുവാ ചില ദിവസങ്ങളിൽ ഈ മരത്തിൽ കൂടെ കൊണ്ടുപോകുമായിരുന്നു. അപ്പം ഈ അങ്ങനെ പോയപ്പം ഈ മരത്തിൽ എന്തുവാ അണ്ണാനും ഈ ഒരു വൈറ്റ് റാറ്റും തമ്മിൽ കൂട്ടായി ഒരുമിച്ച് ഇങ്ങനെ പോവുകയൊക്കെ ചെയ്യുമായിരുന്നു, മരത്തിന്റെ ചില്ലകളിൽ ചാടിക്കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. Then the squirrel started building a nest. At first she tried building it in my pockets, and when I went indoors and changed my clothes I would find straw and grass falling out. അപ്പോൾ ഈ അണ്ണാൻ ഇപ്പോൾ ഒരു കൂടുണ്ടാക്കുന്ന തിരക്കിലാണ്. ആദ്യം കുട്ടിയുടെ പോക്കറ്റിൽ നിന്ന് ഫുഡൊക്കെ എടുത്ത് കഴിക്കാൻ അണ്ണാൻ ചെയ്യുമായിരുന്നല്ലോ. അപ്പം അതുപോലെ അതിൻ്റെ പോക്കറ്റിനുള്ളിൽ ആണ് ആദ്യമായിട്ട് ഈ സ്ക്വിറല് കൂട് വയ്ക്കാൻ നോക്കിയത്. അത് കുട്ടി എങ്ങനെ മനസ്സിലാക്കിയെന്നറിയോ? കുട്ടി അകത്ത് പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് കുട്ടിയുടെ പോക്കറ്റിനകത്ത് വൈക്കോലും അതുപോലെ തന്നെ പുല്ലിൻ്റെ പാർട്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പുറത്ത് വരാൻ തുടങ്ങി. മനസ്സിലായി കുട്ടിക്ക് ഏതാണ്ട് ഈ ഒരു സ്ക്വിറല് കൂട് കൂട്ടാൻ തുടങ്ങിയിട്ടുണ്ടാവുന്നത്. Then one day grandmother's knitting was missing. We hunted for it everywhere but without success. Next day I saw something glinting in the hole in the banyan tree. So അപ്പോൾ ഇപ്പോൾ പറയുന്നത് ഒരു ദിവസം അമ്മുമ്മയുടെ നിറ്റിംഗ് മിസ്സായെന്ന് പറഞ്ഞ ഒരു സൂചി, തുണിയൊക്കെ തയ്ക്കുന്ന ടൈപ്പുള്ള ഒരു സൂചി മിസ്സായി. അപ്പോൾ ഇവരിവിടെ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലത്ത് സെർച്ച് ചെയ്തു, പക്ഷെ കിട്ടിയില്ല. ഒരു ദിവസമാണെങ്കിൽ ആ ഒരു ബനിയൻ ട്രീയുടെ ഒരു ഹോൾ ഉണ്ടായിരുന്നു, അവിടെ എന്തോ തിളങ്ങുന്ന കണ്ടു. അപ്പം അവിടെ പോയി നോക്കിയപ്പോഴാണ് ആ ഒരു നീഡില് അവിടെ ആ ഒരു ഹോളിൽ കണ്ടത്. പിന്നെ നോക്കിയപ്പോൾ ഒരു ഹോളിലല്ലേ ഈ ഒരു നീഡിലിരുന്നത്. കുട്ടി പിന്നെ ഉള്ളിലേക്ക് നോക്കിയപ്പോഴത്തേക്കും ആ ഒരു ഹോളിനകത്ത് എന്തുണ്ട്? 3 ബേബി സ്ക്വിറൽസ് ഉണ്ട്. അപ്പം ഈ ബേബി സ്ക്വിറൽസിന്റെ മദർ എന്ത് കളറാണ്? ഗ്രേ സ്ക്വിറലായിരുന്നു, ചാര നിറത്തിലുള്ളായിരുന്നു. പക്ഷെ ഈ കുട്ടി സ്ക്വിറൽസ് 3 എന്തുമായിരുന്നു? വൈറ്റ് കളറായിരുന്നു. അപ്പോൾ കുട്ടി ഗ്രാൻഡ് ഫാദറിനെയൊക്കെ കാണിച്ചു. അപ്പോൾ ഗ്രാൻഡ് ഫാദർ ഹാഡ് നെവർ സീൻ വൈറ്റ് സ്ക്വിറൽസ് ബിഫോർ. ഒരിക്കലും ഗ്രാൻഡ് ഫാദർ മുന്നേ വെള്ള നിറത്തിലുള്ള സ്ക്വിറൽസിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് വി ഗേസ്ഡ് അറ്റ് ദം ഇൻ വണ്ടർ. അപ്പോൾ ഇവരെല്ലാവരും ഇതിനെ ഇങ്ങനെ അതിശയിച്ച് നോക്കുകയാണ്. ഗ്രാൻഡ് ഫാദറിന് ഒരുപാട് ഏജ് ഇല്ലേ, അപ്പോൾ ഇത്രയും ജീവിതകാലത്തിനിടയിൽ വൈറ്റ് സ്ക്വിറലിനെ കണ്ടിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അതിശയിച്ച് നോക്കുകയാണ്. We were puzzled for some time, but when I mentioned the white rat's frequent visits to the tree, grandfather told me that rat must be the father. Rats and squirrels were related to each other, he said, and so it was quite possible for them to have offspring. In this case, white squirrels. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ആദ്യം എല്ലാവരും കൺഫ്യൂഷൻ അടിച്ചൊക്കെ നിന്നു. അപ്പോഴാണ് ഈ കുട്ടി പറയുന്നത്, ഞാൻ ഗ്രാൻഡ് ഫാദർ കടയിൽ നിന്ന് മേടിച്ചിട്ട് വന്നില്ല ആ ഒരു വൈറ്റ് റാറ്റ് ഇല്ലേ, ആ വെള്ള എലീനെ ഇടയ്ക്കിടയ്ക്ക്
ട്രീയിൽ കൊണ്ടുപോകാറുണ്ടായിരുന്നു. അപ്പോൾ ഗ്രാൻഡ് ഫാദറിന് സംഭവം പിടികിട്ടി. ഗ്രാൻഡ് ഫാദർ പറയാണ്, അങ്ങനെയാണെങ്കിൽ ഈ വൈറ്റ് റാറ്റ് ആയിരിക്കണം ഈ അണ്ണാൻ കുഞ്ഞുങ്ങളുടെ അച്ഛൻ. കാരണം എന്തുവാ, ഈ റാറ്റ്സും എലികളും അണ്ണാനും ഒക്കെ ഒരു ഫാമിലിയിൽ വരുന്ന ആൾക്കാരാണ്, ജനറ്റിക്കലി ഇവർ റിലേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്പീഷീസിലുള്ള അനിമൽസിന് ഓഫ്സ്പ്രിങ്, അതായത് കുട്ടികൾ ഉണ്ടാവും. അപ്പം അത് പോസിബിൾ ആണ്. അതുകൊണ്ടാണ് ഇവിടെ എന്താ വൈറ്റ് സ്ക്വിറൽസ്, ആ വൈറ്റ് റാറ്റ് ഫാദർ ആയതുകൊണ്ടാണ് ഈ അണ്ണാൻ കുഞ്ഞുങ്ങളുടെ നിറം വൈറ്റ് ആയത്. അപ്പോൾ ഇപ്പോൾ റെയർ ആയിട്ടുള്ള വൈറ്റ് സ്ക്വിറൽസ് ഉണ്ടായി വന്നതെന്ന് പറയുന്നു. ഓക്കെ, അപ്പം ഇതാണ് കഥ. അപ്പം ശരിക്കും പറഞ്ഞാൽ 2 ഇവൻറ്റ്സ്. അപ്പം നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ കണ്ണുണ്ടായിട്ടും കാണാതെ പോകുന്ന കുറേയധികം കാര്യങ്ങളുണ്ടല്ലേ. അപ്പോൾ ഈ കുട്ടി ഇവർ തമ്മിലുള്ള ഫൈറ്റ് കണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ അതൊന്ന് മനസ്സിലാക്കി എടുക്കുകയാണ്. എങ്ങനെയാണ് ഒരു വിന്നർ അത് നാവുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് വന്ന ക്രോയും മൈനയും അവർ എടുത്തു ചാടുന്നതും, അങ്ങനെ കുറേ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുന്നുണ്ടല്ലേ. പിന്നെ ഈ വെള്ള അണ്ണാൻ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു ക്യൂരിയോസിറ്റി, കൗതുകം, അതൊക്കെ വളരെ വലുതാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ ഓൾ ഓവർ പറയുന്നത് നമ്മൾ പ്രകൃതിയിൽ ഇറങ്ങി അവിടെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ ഒബ്സർവ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ എന്തുമാത്രം കാര്യങ്ങൾ കാണാണ്ട് പോയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുക. അപ്പം പ്രകൃതിയോടുള്ള നിങ്ങളുടെ സ്നേഹം ഒരുപാട് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു കുഞ്ഞു കഥയല്ലേ ഇത്. എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ കഥ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചോദിക്കാം കേട്ടോ. അപ്പോൾ ബൈ.